എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഐരാവതേശ്വര ടെമ്പിൾ ഉണ്ട്. നമുക്കൊരു ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ജസ്റ്റ് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയാണ്. ഇന്നൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചത്. ആ സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചോറടുപ്പത്തുണ്ട്. അപ്പോൾ ചോറായിട്ട് ബാക്കി സാമ്പാറിൻ്റെ പരിപാടിക്ക് നോക്കണം. നല്ലൊരു മരവുള്ളൊരു സ്ഥലം കിട്ടിയപ്പോൾ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകാനുണ്ട്. അടുത്ത അമ്പലത്തിലേക്ക് എനിക്കൊന്ന് ഒരു 10-25 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ ഒന്ന് മഴയെല്ലാം പെയ്തൊന്ന് തണുത്തിട്ടുണ്ട്. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ നല്ലത്. 8 മണി വരെ അത് ഓപ്പണാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേക്കുള്ള ഒരു ഓപ്ഷൻ നോക്കണം. ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തണം. ടെൻ്റ് അടിച്ച വീഡിയോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ എപ്പോഴും മിസ്സാവും. അപ്പോൾ ഇന്ന് നമ്മൾ മറക്കാതെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ധാരസുരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയട്ടാ. ഇതാണ് ഈ കോമ്പൗണ്ടിലൂടെ കാണുന്നതാണ് ടെമ്പിൾസ്. ഐരാവത ടെമ്പിൾസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ തഞ്ചാവൂർ വരുന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കാതെ കണ്ടു. ഇത് ഒരു അടിപൊളിയാണ്. നല്ല കൊത്തുപണി കാര്യങ്ങളൊക്കെ കാണാനുള്ള അടിപൊളി അമ്പലമാണ്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. ആർക്കിയോളജിക്കൽ സർവേൻ്റെ അണ്ടറിലുള്ള സ്ഥലം കേട്ടോ. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. നല്ല വീട്ടിലാണ് കേട്ടോ സംഭവം. ഒരു വലിയ കോമ്പൗണ്ട് തന്നെ ഉണ്ട് ഇവിടെ. കുട്ടികളെല്ലാം ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. വൈകുന്നേരമെല്ലാം വന്നിരിക്കാൻ ഒരു കിടിലൻ പ്ലേസാണ്. എന്തായാലും നമ്മളെ തീരുമാനം കറക്റ്റായി. നമ്മൾ വൈകുന്നേരം തന്നെ വന്നിട്ടുള്ളത്. പൂച്ചക്കുട്ടി കേട്ടോ. മരത്തിന് വെള്ളം. ഇവിടെ കുറച്ച് പഴയ ടെമ്പിൾസ് ഉണ്ട്. അതിൽ കുറേ ഭാഗമൊക്കെ പൊളിഞ്ഞാന്ന് തോന്നട്ടോ. അതൊരു എൻട്രൻസിൻ്റെ പാട്ടാണ്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നമുക്ക് ചെരുപ്പെല്ലാം അയച്ചു വെച്ചിട്ട് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ ഒരു നന്ദീൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. ഒരു നന്ദിയുടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. ക്ഷേത്രത്തിനോട് ഇങ്ങോട്ട് മുഖമായിട്ടുള്ളൊരു പ്രതിമ. ക്ഷേത്രത്തിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ബോർഡുണ്ട്. 1943 to 1973 CE ക്രിയേറ്റ് ചെയ്ത കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ടെമ്പിൾ അല്ലേ. അത് നിർമ്മിച്ചത് രാജരാജ ചോളൻ ഫസ്റ്റ് രാജാവാണ്. ഇത് രാജരാജ സെക്കൻഡാണ് നിർമ്മിച്ചത് കേട്ടോ. ആ ടെമ്പിൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയത്. ഇത് മകനാണ് ഉണ്ടാക്കിയത്. മിനിഞ്ഞാന്ന് കണ്ടത് അച്ഛൻ ഉണ്ടാക്കിയ ടെമ്പിളാണ് കേട്ടോ. രണ്ടും ഒന്നിനോടൊന്ന് കടപിടിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ്. നമ്മളെ പുരിയിലൊക്കെ കണ്ടിട്ടില്ല പോലെ ഒരു ചക്രമുണ്ട് കേട്ടോ. പുരി ജഗന്നാഥ ടെമ്പിളിൽ പോയവർക്ക് അറിയായിരിക്കും. ഇതുപോലൊരു സംഭവം. ഒരു രക്ഷയില്ലാത്ത കൊത്തുപണികളെ കേട്ടോ. ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. അടിപൊളി ടെമ്പിൾ. 12th സെഞ്ച്വറിയിൽ രാജരാജ ചോളൻ രണ്ടാമത്തെ ആളാണ് ഇത് ഉണ്ടാക്കിയത്. 2004 മുതൽ ഈ ടെമ്പിൾ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ അണ്ടറിലാണ്. തഞ്ചാവൂർ കുംഭകോണം സൈഡൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും മിസ്സാക്കാതെ ഈ അമ്പലങ്ങളൊക്കെ ഒന്ന് കാണണം കേട്ടോ. ചോള ഡൈനാസ്റ്റിയിൽ അവരുണ്ടാക്കി വെച്ച നിർമ്മിതികൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മിതികളാണല്ലോ. നിങ്ങൾ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പറയുക, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും.
അതുപോലെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെമ്പിളാട്ടാ. എന്തായാലും വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യാതെ പോകരുത്. ഒരു ഒന്നൊന്നര ടെമ്പിളാണ്. തഞ്ചാവൂർ വന്നിട്ട് ഇത് കാണാതെ പോയാൽ നിങ്ങൾക്കൊരു വലിയൊരു മിസ്സായിരിക്കും കേട്ടോ. ഇതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ലെന്നേ ഞാൻ പറയുള്ളൂ. തഞ്ചാവൂർ മെയിൻ ടെമ്പിൾ പോലെ തന്നെ ഒരു ഒന്നൊന്നര മുതലാണിത്. ഒരുപാട് ഈ മണ്ഡപം പോലുള്ള സ്ഥലങ്ങൾ ചുറ്റി കാണാൻ പറ്റും. അത് തന്നെ ഒരു ഒന്നൊന്നര രസമാണ് കേട്ടോ. എന്ത് രസമാണ്. പഴയ കാലത്തെ കുറേ തൂണുകളും എല്ലാത്തിലും നല്ല സ്കൾപ്ചേഴ്സ് കാണാനുണ്ട്. നല്ല കൊത്തുപണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആനകളും എന്തൊക്കെ ആയിട്ട് കണ്ടോ. പഴയ കാലത്തെ കല്ലുകൊണ്ടുണ്ടാക്കിയ കുറേ ജനലുകളൊക്കെ കാണാം കേട്ടോ. പല പല ഡിസൈൻസിലുള്ള ജനലുകളാണ്. ഇത്രയും നല്ല സ്ഥലത്ത് ഇങ്ങനെ ഒരു അമ്പലം എന്ത് രസമാണ് നോക്കിയാൽ കാണാൻ. അകത്ത് കയറിക്കഴിഞ്ഞതാ ഫുൾ തൂണുകളാണ്. മുകളിലേക്ക് നോക്കിയാലും ഒരുപാട് കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ മെയിൻ ടെമ്പിൾ കണ്ട പോലെ തന്നെ നമുക്ക് ചുറ്റും സ്ഥലങ്ങളുണ്ട് കേട്ടോ നടന്നും കാണാനുള്ളത്. ഒരു പുരാതനമായിട്ടുള്ളൊരു കിണർ കാണാം. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെയാണ്. ക്ഷേത്രം ഇങ്ങനെ പരന്ന് കിടക്കാണ്. ഇതുപോലെയുള്ള കുറേ കൊത്തുപണികൾ കാണാം സൈഡിലൊക്കെ കേട്ടോ. അതിങ്ങനെ നീളത്തിലങ്ങ് വരെയുണ്ട്. എൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ നല്ലൊരു കൂവളുണ്ട് കേട്ടോ. കൂവളത്തിൻ്റെ ഇല അത് കായ്ച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാലും അമ്പലം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഈ അമ്പലത്തിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ 7 സ്റ്റെപ്സാണ്. സപ്തസ്വരങ്ങൾ ഉണ്ടാക്കുന്ന 7 സ്റ്റെപ്സ്. പില്ലേഴ്സിലുള്ള കൊത്തുപണികൾ നോക്കണം നിങ്ങൾ. ഒന്നൊന്നര പണികളാട്ടോ ഫുള്ളത്. എല്ലാ പില്ലേഴ്സിലും അതെ. നിങ്ങളൊരു സന്ധ്യാസമയത്തൊക്കെ വരുന്നെങ്കിൽ അവിടെ നമ്മൾ മ്യൂസിക്സൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഭജന കാര്യങ്ങളൊക്കെ പാടും. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ. സപ്തസ്വരങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് പോലെ ഈ അമ്പലത്തിലൊരു പ്രത്യേക വേറൊരു സംഭവം കൂടി ഉണ്ട്. അറിയോ? ഈ സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പണിയാണ്, സ്കൾപ്ചറാണ്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാം? അറിയെങ്കിൽ അറിയുന്നവരൊന്ന് കമൻ്റ് ഇടാം കേട്ടോ. ഇത് അറിയപ്പെടുന്നത് ഋഷഭകുഞ്ചരം എന്നാട്ടോ. ഇതിനൊരു പ്രത്യേകത കാണുന്നുണ്ടോ? ഇതിലൊരു ബുള്ളുണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഒരു ആനയുണ്ട് റൈറ്റ് സൈഡിൽ. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും പാട്ട് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിൻ്റെ തലയായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നേരെ തിരിച്ച് നമ്മൾ ഇത്രയും പാട്ട് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ആനയാണ്
ആനയുടെ തുമ്പിക്കൈ, കൊമ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഋഷഭകുഞ്ചരം. ഇത് ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇതിന് തൊട്ട് മുട്ടിയിട്ട് തന്നെ വേറെ ടെമ്പിൾ ഉണ്ട്. വേറെ 2 ടെമ്പിൾസ് കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത ടെമ്പിളിലേക്ക് കിടക്കാം കേട്ടോ. ഇതതിന് തൊട്ട് മുട്ടിയുള്ള അടുത്ത ടെമ്പിളാണ് കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് 2-3 ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ ടെമ്പിളാണ്. മറ്റേ ടെമ്പിളിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം സെയിം സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. യെസ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഈ ക്ഷേത്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഉൾനാടുകളിലേക്കാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും വന്നിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ അഭിഷേകം ചെയ്യുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുള്ളൊരു സെറ്റപ്പാട്ടോ. മറ്റേ ടെമ്പിളിൽ കണ്ടപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കിണറുണ്ട്. പഴയ കിണറാണ്. യെസ്, മണിക്കിണർ എന്ന് പറയാം. നിറച്ച് വെള്ളമുണ്ട്. അമ്പലങ്ങളുടെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കാണേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടെമ്പിള്. വിഷ്ണു ആണെന്ന് തോന്നുന്നു. അങ്ങനെ ടെമ്പിൾസ് 2 കണ്ടതാ നമ്മൾ ഇറങ്ങി കേട്ടോ. 3ാമത്തെ ടെമ്പിളല്ല, അതിൻ്റെ ഒരു എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ 2 ടെമ്പിൾസാണ് നമുക്കുള്ളത്. ചോള വംശത്തിലെ ഒരു പ്രധാന സാധനങ്ങളാട്ടോ ഇതൊക്കെ. നിങ്ങൾ തഞ്ചാവൂർ വരുന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കാൻ പാടില്ല. എന്തായാലും വന്ന് കാണാം കേട്ടോ. എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവാണ്. അടുത്തൊരു 2 ടെമ്പിൾസ് കൂടി ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ അടുത്ത ടെമ്പിൾസിലേക്കായിരിക്കും യാത്ര. അപ്പോൾ തഞ്ചാവൂരിന് ഇനി അങ്ങോട്ട് എന്നുള്ളത് തീരുമാനമായിട്ടില്ല. അതൊക്കെ തോന്നും പോലെ പോവാണ്. അതാണ് എൻ്റെ ട്രിപ്പിൻ്റെ പ്രത്യേകത. എനിക്കങ്ങനെ കറക്റ്റ് കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റേഴ്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും, സമയം കുറച്ച് അധികമായിരിക്കും. ചിലപ്പോൾ വന്ന വഴിയിൽ തന്നെ ഞാൻ ചിലപ്പോൾ തിരിച്ചു പോകും. അങ്ങനെ കാൽക്കുലേഷൻ ഒന്നുമില്ല കേട്ടോ. ആരെങ്കിലും വിളിച്ചാൽ അങ്ങോട്ട് പോകും. നല്ല സ്ഥലങ്ങളുണ്ടെന്ന് കേട്ടാൽ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര. എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത് അങ്ങോട്ടാണ് തീരുമാനിച്ചിട്ട് അതിനണക്കായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.